മസ്തിഷ്ക മരണം സംഭവിച്ച അങ്കമാലി സ്വദേശി ബിൽജിത്ത് എന്ന 18 വയസ്സുകാരൻ്റെ ഹൃദയം ഇനി കൊല്ലം സ്വദേശിനിയായ 13-കാരിയിൽ മിടിക്കും. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിച്ച ബിൽജിത്തിൻ്റെ ഹൃദയമാണ് ലിസി ആശുപത്രിയിൽ എത്തിച്ച് പെൺകുട്ടിയിൽ മാറ്റിവെച്ചത്. അശ്വതി ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അശ്വതി, ഈ 13-കാരിയിൽ ഹൃദയം മാറ്റിവെച്ചു കഴിഞ്ഞു, കുട്ടി സുഖം പ്രാപിക്കുന്നു എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം നമുക്കറിയാം, ഈ കഴിഞ്ഞ 2 ദിവസത്തിനിടെ രണ്ടാമത്തെ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത് ലിസി ഹോസ്പിറ്റലിൽ. ഇനിയുള്ള മണിക്കൂറുകൾ എത്രത്തോളം നിർണായകമാണ്? മാത്രമല്ല, ബിൽജിത്ത് എന്ന 18 വയസ്സുകാരൻ ഇനി അവയവങ്ങളെല്ലാം ദാനം ചെയ്തു. 6 പേരിലൂടെ ഇനിയും അവൻ ഈ ലോകത്ത് ജീവിക്കും. ഇന്ന് പുലർച്ചെ 3:30 തന്നെ ഇതിന്റെ ആദ്യഘട്ടം, ഏറ്റവും നിർണായകമായ ഘട്ടം ശസ്ത്രക്രിയയുടെ അവസാനിച്ചിരുന്നു. മറ്റ് പ്രക്രിയകൾ അതിനുശേഷം അവസാനിച്ചു എന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഔദ്യോഗികമായ ചില വാർത്താക്കുറിപ്പുകളും മറ്റും ലഭ്യമാകാനുണ്ട്. എന്തായാലും ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ശസ്ത്രക്രിയ നടത്തിയത്. ഇന്നലെ വന്ദേ ഭാരതിൽ ഈ പെൺകുട്ടിയെ കൊല്ലത്ത് നിന്നും കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ വലിയ വാർത്തയായിരുന്നു. പെൺകുട്ടിയോട് ഇന്നലെ രാവിലെ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഇത്തരത്തിൽ ഹൃദയം ലഭ്യമായതിനെ തുടർന്ന് 7 മണിയോടുകൂടി ആശുപത്രിയിൽ എത്തിച്ചേരാനായിരുന്നു അധികൃതർ അറിയിച്ചിരുന്നത്. എയർ ആംബുലൻസിന് സൗകര്യം തേടിയെങ്കിലും അത് ആ ഘട്ടത്തിൽ ലഭ്യമായിരുന്നില്ല. ഉടൻ തന്നെ വളരെ വേഗത്തിൽ കൊച്ചിയിൽ എത്താനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ട്രെയിൻ മാർഗമാണ്. 7 മണിയോടുകൂടി എത്തണമെങ്കിൽ അത് വന്ദേ ഭാരതിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് വന്ദേ ഭാരത് തെരഞ്ഞെടുക്കുന്നത്. ജനപ്രതിനിധികളുടെ ഒക്കെ തന്നെ ഒരു ഡിസ്കഷൻ ആ സമയത്ത് നടന്നിരുന്നു. അവരുടെ ഒക്കെ പിന്തുണയോടുകൂടി നാട്ടുകാർ, പോലീസ്, റെയിൽവേ അധികൃതർ തുടങ്ങിയ ഒരു നീണ്ട നിരയായിരുന്നു ഈ പെൺകുട്ടിയെ ഇവിടേക്ക് സുഗമമായി എത്തിക്കാനായിട്ട് ഉണ്ടായിരുന്നത്. പെൺകുട്ടിയെ വൈകുന്നേരം 7 മണിയോടുകൂടി തന്നെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുകയും അവിടെ കാത്തുനിന്ന ലിസി ആശുപത്രിയിലെ ആംബുലൻസിൽ വളരെ വേഗം ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. പോലീസിന്റെ ഒക്കെ നിർണായകമായ ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. മറ്റെല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ ആയിരുന്നു. ഈ കുട്ടിക്ക് ആദ്യമായിട്ട് ഈ ഹൃദയം സ്വീകരിക്കാനുള്ള ഒരു ആരോഗ്യസ്ഥിതി ഇപ്പോൾ ഉണ്ടോ എന്ന ചില ചെക്കപ്പുകളൊക്കെയാണ് നടന്നിരുന്നത്, പരിശോധനകൾ നടന്നു. അതിനുശേഷം അത് എല്ലാം പൂർത്തിയായതിനു ശേഷം രാത്രിയോടുകൂടി തന്നെ നിർണായകമായ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നു. ഈ കഴിഞ്ഞ 2 ദിവസത്തിനിടയിൽ 2 ശസ്ത്രക്രിയകളാണ്, ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളാണ് ലിസി ആശുപത്രിയിൽ നടന്നത്. അതിൽ ആദ്യത്തേത് നമ്മൾ കണ്ടിരുന്നു, തിരുവനന്തപുരത്തു നിന്നും എയർ ആംബുലൻസിലാണ് ഹൃദയം ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. അതിനിർണായകമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത്. ഇന്നലെ നടന്നത് അങ്കമാലി ആശുപത്രിയിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കുകയായിരുന്നു. അങ്കമാലി ആശുപത്രിയിൽ നിന്ന് വളരെ വേഗത്തിൽ തന്നെ ലിസി ആശുപത്രിയിലേക്ക് ഹൃദയം എത്തിക്കുകയും ചെയ്തു. അതിൽ മറ്റ് കുഴപ്പങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നത് മാത്രമായിരുന്നു ആദ്യഘട്ടത്തിൽ ഒരു പ്രതിസന്ധിയായി ഉണ്ടായിരുന്നത്. പക്ഷെ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നതോടുകൂടി ഈ കുട്ടിയെ വളരെ വേഗത്തിൽ തന്നെ 7 മണിയോടുകൂടി തന്നെ ഡോക്ടർമാർ പറഞ്ഞ കൃത്യസമയത്ത് തന്നെ ലിസി ആശുപത്രിയിൽ എത്തിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. എന്തായാലും ശസ്ത്രക്രിയാ നടപടികൾ എല്ലാം തന്നെ പൂർത്തിയായി. അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെയാണ് നടന്നു വരുന്നത്. എന്തായാലും കുട്ടിയുടെ വരും മണിക്കൂറുകൾ അങ്ങേയറ്റം നിർണായകമാണ്. 13 വയസ്സുകാരിയിൽ ഇനി അങ്കമാലി സ്വദേശി ബിൽജിത്തിൻ്റെ എന്ന 18 വയസ്സുകാരൻ്റെ ഹൃദയം ഇടിക്കും. കുട്ടി പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.